വായിക്കൊള്ളാത്ത പേര് വെച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റിന്റെ ഒരു ആർട്ടിസ്റ്റിക് റെപ്രസെന്റേഷൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒക്ടോബർ 2017 ഒരു ഹവായൻ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവത്തെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന് ഓം മുവ എന്നാണ്. ഞാൻ എന്തായാലും ഇനി ആ പേര് പറയുന്നില്ല. പക്ഷെ ഈ വീഡിയോയില് എന്തുകൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിന് ചുറ്റുപാട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത്, അതായിരിക്കും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ സൂര്യൻ എന്ന് പറയുന്നത്. ഈ സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കാരണമാണ് നമ്മുടെ ഉള്ള പ്ലാനറ്റ്സും ഉള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റും കല്ലും പൊടിയൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഹീലിയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു ഹീലിയോസ്ഫിയറിന്റെ അകത്ത് കണ്ടുവരുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായത് ഈ സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇതുവരെയായിട്ടും നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് വേറെ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തേക്ക് വന്നിട്ടില്ല, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ഇൻഡർസ്റ്റെല്ലാർ ട്രാവലർ എന്നൊക്കെയാണ് ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റിനെ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്. ഇതിന്റെ ശരിക്കുള്ള പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം. സാധാരണ ഒരു ആസ്ട്രോയിഡിന്റെ കോമറ്റിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 19 km/s ആണ്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 87 km/s ആണ്. അതും കൂടാണ്ട് വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു ഒബ്ജക്റ്റ് സൂര്യന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ചൂട് സ്വാഭാവികമായിട്ട് കൂടും. അങ്ങനെ ചൂട് കൂടുമ്പോൾ ഈ ഒബ്ജക്റ്റിന് ചുറ്റുപാടുള്ള ഡസ്റ്റും അതിന് ചുറ്റുപാടുള്ള ഐസും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയിട്ട് ഒരു ട്രെയില് പോലെ ഇങ്ങനെ വരും. അത് കാരണമാണ് കോമറ്റിന്റെ പുറയിൽ ഒരു വാല് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെയാണ് ശരിക്കും വാൽ നക്ഷത്രം നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു സംഭവം സാധാരണയായിട്ട് കോമറ്റ്സിലും ആസ്ട്രോയിഡ്സിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവമേ കാണുന്നില്ല. അതായത് യാതൊരു രീതിയിലുള്ള ട്രെയിലോ ഡസ്റ്റ് ഫോർമേഷൻസോ അതിന് ചുറ്റും ഡസ്റ്റോ അങ്ങനെ ഉള്ളൊരു സംഭവം ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒരു ആസ്ട്രോയിഡ് ആണെന്നുള്ള ഒരു സംഭവം, ഒരു അസംഷൻ സയന്റിസ്റ്റുമാർ ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ്. അതായത് ഇത് ആസ്ട്രോയിഡ് അല്ല, ഇത് കോമറ്റ് അല്ല, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നമ്മുടെ ലോകത്തുള്ള ഒട്ടുമിക്ക സയന്റിസ്റ്റുമാർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ പുറമെ വേറൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ സംഭവം യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതായിട്ടും ശരിക്കും പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. അതായത് ഇതൊരു ഏലിയൻ ഫോർമേഷൻ ആയിരിക്കുമോ, ചിലപ്പോൾ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലിന്റെ ഒരു വെഹിക്കിൾ ശരിക്കും ഇങ്ങനെ ആയിരിക്കുമോ ഇരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ അതിന്റെ പുറത്തു വരും. കാരണം നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ എയർക്രാഫ്റ്റും ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡിസൈൻ ഫിലോസഫി നമ്മുടെ തലയിലുണ്ട്. അപ്പോ നമ്മളല്ലാണ്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ, നമ്മളല്ലാണ്ട് വേറൊരു ഗ്രഹത്തില് വേറൊരു ടൈപ്പ് സിവിലൈസേഷൻ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ശരീരം ഒന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കാം. അപ്പോ ഇവരുണ്ടാക്കിയേക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ടെക്നോളജി, ഇവരുടെ ലെവലിലുള്ള ടെക്നോളജി എന്ന് പറയുന്നത് വേറെ രീതിയിലായിരിക്കും. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സംഭവം ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഒരു ഹൈടെക് സംഭവം എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന പാറ കഷ്ണങ്ങൾ പോലത്തെ ഒരു സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം, അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ആ പേര് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഓക്കെ, ഈ ഒരു സംഭവം പെട്ടെന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് റാപ്പിഡ്ലി ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഏലിയൻ നിർമ്മിതിയാണോ, അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ നിർമ്മിതിയാണോ എന്നടക്കം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സംശയിക്കുന്നതിന്റെ റീസൺ ആണ് ഞാനിപ്പോ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഷേപ്പ് തന്നെയാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഹ്യൂമൻസ്. നമ്മുടെ ഹ്യൂമൻസിന്റെ ഒരു ഡിസൈൻ സൈക്കോളജി അനുസരിച്ച്, ഫിലോസഫി അനുസരിച്ച് നമ്മളൊരു ഹൈലി അഡ്വാൻസ് സ്പേസ്ഷിപ്പ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഇതേ രൂപത്തിലായിരിക്കും ചെയ്യുന്നത്. അതേ രൂപത്തിലുള്ള സംഭവം ശരിക്കും നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റും വെച്ചിട്ട് നമ്മൾ ഇതിനെ വെച്ച് കമ്പയർ ചെയ്തു. അതാണ് ശരിക്കും ഒരുപാട് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കി, ഒരു പേര് വെച്ച് നിങ്ങളൊന്ന് അടിച്ചു നോക്കിക്കാൻ ഒരുപാട് വീഡിയോസ് ഇതിനെ പറ്റി നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ വേറൊരു കുഴപ്പം എന്താ അറിയോ, ഈ സംഭവം ശരിക്കും എവിടെ നിന്നാണ് വന്നത്, ഏത് സ്ഥലത്തു നിന്നാണ് വന്നതെന്നൊന്നും നമുക്ക് ശരിക്കും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മുടെ സൂര്യൻ ഒരു സ്റ്റാർ ആണ്, നമ്മുടെ സൂര്യന്റെ അടുത്ത് വേറൊരു സ്റ്റാർ ഉണ്ട്. ഓക്കെ, അതിനപ്പുറത്ത് വേറൊരു സ്റ്റാർ ഉണ്ട്. ഈ ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ദൂരമുണ്ട്. അതായത് ഒരുപാട് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് രണ്ട് സ്റ്റാറുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റാറുകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് ഇതേപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റുകൾ കണ്ടുവരുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലുൾപ്പെടുന്ന ഒരു കല്ലാവാം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ എക്സാക്ട് ഒറിജിൻ എവിടെ നിന്നാണ് ശരിക്കും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. ഏകദേശം പെഗസസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷനിലേക്കാണ് ഈ ഒരു സംഭവം എയിം ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അതും ഇപ്പൊ ആ പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും സ്റ്റാറോ വേറെ എന്തെങ്കിലും ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഡയറക്ഷൻ അവിടെ നിന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 4 വർഷം കൊണ്ടാണ് ഈ സംഭവം നമ്മുടെ നെപ്റ്റ്യൂണിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ലൈറ്റ് ഇയർ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം 11,000 വർഷങ്ങൾ എടുക്കും. ഇതിന്റെ ഒരു സ്പീഡ് കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ് ഞാൻ ശരിക്കും പറയുന്നത്. വേറൊരു കോമഡി എന്താ അറിയോ, നമുക്ക് ഇതിന്റെ എക്സാക്ട് ഷേപ്പ് എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ ഈ കാണുന്ന ഫോട്ടോസും എന്റെ തംബ്നെയിൽ കാണുന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഒരു ആർട്ടിസ്റ്റിക് റെൻഡറിങ് മാത്രമാണ്. അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റി ഒരു കാര്യം അറിയാം. അതായത് ഇതിന്റെ ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വരുന്നത്. അതിങ്ങനെ കറങ്ങി കൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ വരുന്നത്. അതെങ്ങനെ മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സൂര്യന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്തത് വിസിബിൾ സ്പെക്ട്രത്തിലൂടെയാണ്. അപ്പോൾ നമ്മൾ വിസിബിൾ സ്പെക്ട്രത്തിലൂടെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സൂര്യന്റെ ലൈറ്റ് ഇതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഭൂമിയിലത്തെ ടെലിസ്കോപ്പിലേക്ക് വരണം അല്ലെ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ സ്റ്റേഷനറി ആണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ബ്രൈറ്റ്നെസിന്റെ ചേഞ്ചസും മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഇതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്ന ഇങ്ങനെ പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഇതിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നെസിന്റെ ചേഞ്ച് അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഒരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു സർഫസിന്റെ ഏരിയ കുറയും. ഭൂമിയിലത്തെ ടെലിസ്കോപ്പിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ബ്രൈറ്റ്നെസ് കുറയുന്നതായിട്ടും കൂടുന്നതായിട്ടും കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബ്രൈറ്റ്നെസ് കുറയുന്നതും കൂടുന്നതും കൊണ്ട് തന്നെ ഇതിനൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഷേപ്പ്, അതായത് ഇതിന്റെ ഒരു ഷേപ്പ് ഏകദേശം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിത് ഒരിക്കലും ഉറപ്പിച്ചും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഇതിന്റെ ഷേപ്പ് കറക്റ്റ് എന്നാന്ന് ഇതുവരെയായിട്ട് അറിയില്ല. ഈ സംഭവത്തിന്റെ കോമ്പോസിഷൻ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് സോളാർ സിസ്റ്റത്തിന്റെ അപ്പുറത്ത് നിന്നൊരു ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അകത്തേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു സംഭവം മാത്രമേ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാനും പറ്റുള്ളൂ. സാധാരണ ആസ്ട്രോയിഡുകളുടെ അകത്ത് വെള്ളവും ഗ്യാസസ് ഒക്കെ ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം സൂര്യന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ ആ സംഭവത്തിന്റെ അകത്തുള്ള ഐസും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയിട്ട് അത് സബ്ലിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഗേഷ്യസ് ഫോമിലേക്ക് ആയിട്ടുണ്ടാവും. ഈ സംഭവം എങ്ങനെയെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് പോകണമെന്നല്ല. അതായത് വെള്ളം പോലെയല്ല ശരിക്കും ഗ്യാസ് ഇരിക്കുന്നത്. ഗ്യാസിന്റെ ഡെൻസിറ്റി അത്യാവശ്യം കുറവായതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ ഫോം ചെയ്യും. ഇത് വെള്ളത്തിന് ഗ്യാസിലേക്ക് ആകുമ്പോൾ അതിന്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ സംഭവത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ആ ഒരു റീസൺ കാരണമായിരിക്കാം ഈ ഒരു സംഭവം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തത്, അതായത് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തതായിട്ട് നമ്മളിങ്ങനെ കണ്ടത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പൊ ആ സാധനം എന്ന് വിചാരിച്ചോ. ആ സംഭവത്തിന്റെ ഇവിടെ ഇടാണ് ഒരു വാട്ടർ ഡെപ്പോസിറ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ബ്ലൂ സാധനയുടെ വാട്ടർ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ് സൂര്യൻ. അപ്പൊ സൂര്യന്റെ ലൈറ്റ് ചൂട് കാരണം ഈ സംഭവത്തിന്റെ അകത്തുള്ള വാട്ടർ സബ്ലിമേറ്റ് ചെയ്തിട്ട് വാട്ടറിൽ നിന്ന് ഐസിൽ നിന്ന് വാട്ടർ ആയിട്ട് വാട്ടറിൽ നിന്ന് ഗ്യാസ് ആയി. ഓക്കെ, എന്നിട്ട് ഇതിന്റെ അകത്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിനെ കറക്റ്റ് സമയത്ത് ആ ഒരു അവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ക്യാവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് ആ സംഭവത്തിന് ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ജെറ്റ് പോലെ, അതായത് നമ്മുടെ റോക്കറ്റിന്റെ പ്രൊപ്പൾഷൻ ഇല്ലേ അതേപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അത് കാരണമായിരിക്കാം ഈ ഒരു സംഭവം ആക്സിലറേറ്റ് ചെയ്തായിട്ട് അതിന്റെ ഒരു ബൂസ്റ്റിംഗ് സ്പീഡ് എന്നൊക്കെയാണ് നാസയുടെ വെബ്സൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചേക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് റീസെന്റ് കണ്ടുപിടിച്ച ഒരു സംഭവം എന്നാണ്. അതങ്ങനെയല്ല. 2017 നമ്മൾ ശരിക്കും ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഓക്കെ, അതിനുശേഷം ജാനുവരി 2018 നമ്മൾ ഈ സംഭവത്തിന്റെ ലാസ്റ്റ് ആയിട്ട് ഈ സംഭവത്തിനെ കാണുന്നത്. അതിന്റെ അർത്ഥം ഈ ഒരു സംഭവത്തിന്റെ റിയൽ ഇമേജ് ഒന്നും ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇമേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലാങ്ക് സ്പേസിൽ ഒരു ബ്ലാക്ക് സ്പേസിൽ ചെറിയൊരു കുത്ത് അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് എത്ര സൂം ചെയ്താൽ പിക്സലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ ഇടയ്ക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, അതായത് റിയൽ ഇമേജ് JWST റിവീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് നോക്കി നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്റ്ററി ടൈപ്പ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ചാനൽ സയൻസ് ചാനലിൽ നിന്ന് ഈ പറയുന്ന കോൺസ്പിറസി ചാനലിലേക്ക് മാറി എന്നുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോരോ സംഭവങ്ങളുണ്ടാവും. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ഓരോരോ സംശയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ചെറുപ്പം പോലെ എന്നല്ല, ലിറ്ററലി ഞാനൊരു 8-9 പഠിക്കുമ്പോൾ പോലെ എൻ്റെ തലയിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതായത്
എൻ്റെ പാരൻസ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ സ്പിരിച്വൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, വിശ്വാസികളാണ് ശരിക്കും അവര് അതെന്റെ കൈ കെട്ടിക്കുന്ന സംഭവം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, എൻ്റെ പപ്പ ശരിക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ശരിക്കും ഒരു റിസർച്ചിലാണ്. അതായത് സ്പിരിച്വാലിറ്റിയിലും ഒരു സയൻസ് ഉണ്ടെന്നുള്ള ഒരു സംഭവം ശരിക്കും പപ്പ തെളിയിക്കാൻ നോക്കുന്നത്. ഒരുപാട് നാളായിട്ട് പപ്പ അതിന്റെ പുറകെ തന്നെയാണ്. അതിനെപ്പറ്റി ബുക്ക് പബ്ലിഷ് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നല്ല, സെൽഫ് ആയിട്ടുള്ള റിസർച്ചാണ് ശരിക്കും പപ്പ ചെയ്യുന്നത്. പപ്പയുടെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് അത്യാവശ്യം ഇതിൽ അത്യാവശ്യം ഈ ഒരു സംഭവത്തിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പോ അവരോടൊക്കെ എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ ആത്മാക്കള്, അതായത് സ്പിരിറ്റ്, നമ്മുടെ ബോഡിയിലുള്ള എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അവർ ശരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് അവരുടെ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയും. അതായത് നമ്മുടെ ഭൂമിയിൽ ഉള്ള സംഭവങ്ങളാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പട്ടി, പൂച്ച, ഹ്യൂമൻസ് ഒക്കെ നമ്മുടെ ഭൂമിയിലുള്ള സംഭവമാണ്. അതുപോലെ തന്നെ വേറെ ഗ്രഹത്തില് വേറെ രീതിയിലുള്ള ലൈഫ് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോ ഇതിന്റെ അകത്തൊക്കെ പറയുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ, പ്രപഞ്ച സത്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഇതിൽ റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ ഒരാളിവിടെ മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ആത്മാവോ സ്പിരിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഭൂമി തന്നെ വന്ന് വേറൊരാളിലേക്ക് പോണമെന്നുണ്ടോ? അതായത് പുനർജന്മോ അങ്ങനെ എന്താ പറയില്ലേ, അതേപോലെ പോണമെന്നുണ്ടോ? അതോ ഈ സംഭവം പോയിട്ട് വേറെ ഗ്രഹത്തിൽ പോകാനും ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. മണ്ടത്തരമായിട്ട് എനിക്ക് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈലി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കൊത്തുപണികളും നല്ല ആർട്ടിസ്റ്റിക് വർക്കൊക്കെ ഉള്ള അമ്പലത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. അവിടുത്തെ ഒരുപാട് ആർട്ടിസ്റ്റിക് വർക്കുകളും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ് ശരിക്കും ഇതിന്റെയൊക്കെ ഒരു മോട്ടീവ് എന്തായിരിക്കും? ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും ആ ഒരു രീതിയിൽ യാതൊരു വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് അഭിമുഖം എന്ന് പറയുന്നത് 2 കാറ്റഗറിയിലാണ് ശരിക്കും തിരിച്ചിരിക്കുന്നത്. ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ഒരു കാറ്റഗറി ഉണ്ട്, ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, ഈ പറയുന്ന മിസ്റ്ററീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ദിവസം ആ ഒരു വീഡിയോ ഇട്ടതിന്റെ അർത്ഥം ഈ ചാനൽ കോൺസ്പിറസി ചാനലായിട്ട് മാറി എന്നുള്ളതല്ല. ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺസ്പിറസി എന്നുള്ള എനിക്ക് ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കുന്നു. ഞാൻ എങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചത് ആ വീഡിയോസിലൊക്കെ. അതിപ്പോ ഞാൻ പറയട്ടെ, ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു 100 പോസിറ്റീവ് കമന്റ് ഉണ്ടായിക്കോട്ടെ, ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതെനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് എൻ്റെ. ഓക്കെ, അപ്പോ അങ്ങനെ 1-2 കമന്റ്സ് ഞാൻ അത് കണ്ടു. അത് ഒരുപാട് നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരു ചാനലാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ട് മണ്ടത്തരം പറയുന്നു, അങ്ങനെയൊക്കെ ഒരു പൊട്ടത്തരം പറയുന്നു, വിശ്വാസം അങ്ങനെ. അത് ഞാൻ പറയട്ടെ, അത് എൻ്റെ ഒരുപാട് നാളത്തെ ചോദ്യങ്ങളായിരുന്നു എൻ്റെ ആ ഒരു സംഭവത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ നമ്മുടെ പറഞ്ഞ ടോപ്പിക് മാറിപ്പോയി. നമ്മുടെ ലോകമെമ്പാടുമുള്ള സയന്റിസ്റ്റുമാരെയൊക്കെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിച്ച ആ ഒരു ഇന്റർസ്റ്റെല്ലാർ വിസിറ്ററിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അത് ഞാൻ ഇത്ര ലേറ്റ് ആയത് എന്താന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എന്താ വെച്ചാല്, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ഇങ്ങനത്തെ ഒരു സംഭവം വന്നു കിട്ടിയെന്ന് വിചാരിച്ചോ, അതിന്റെ ഒരു കംപ്ലീറ്റ് എസ്റ്റിമേറ്റ് കിട്ടിയാൽ മാത്രമാണ് ശരിക്കും നമുക്ക് അതിനൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്നു എന്നുള്ളതിന് ശരിക്കും അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ വക സയൻസ് ടോപ്പിക്, ആസ്ട്രോഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു കൺക്ലൂഷൻ കിട്ടിയാൽ മാത്രമാണ് ശരിക്കും നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരുപാട് 2-3 വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ അതിൽ ശരിക്കും ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് ഞാൻ ശരിക്കും മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തത്. ഇപ്പോഴാണ് ശരിക്കും അതിനെ പറ്റിയിട്ട് ഒരു കൺക്ലൂഷൻ എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ ആ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ജാനുവരി ആണെന്ന് തോന്നുന്നു ആ സംഭവത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പ്രചരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. ഇപ്പോൾ ഈ വർഷം ഏകദേശം കഴിയാറായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.